എറണാകുളം ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ്. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇജാസിനെതിരെയാണ് കേസെടുത്തത്. ആലുവയിലുള്ള സൂപ്പർ മാർക്കറ്റിന്റെ സെക്യൂരിറ്റി ബാലകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയ ഇജാസിനെ പറഞ്ഞുവിട്ടെന്നും പരാതി. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഇത് എന്താണ് സംഭവം? ഈ മർദ്ദനം എപ്പോഴായിരുന്നു? ഇപ്പോൾ കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെ? അമൃത, ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ആലുവയിലെ സൂപ്പർ മാർക്കറ്റിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ബാലകൃഷ്ണൻ. ആ ബാലകൃഷ്ണനെ ഈ കാറ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് ഇജാസ് മർദ്ദിച്ചത് എന്നാണ് പരാതി. അതായത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബൈക്ക് പാർക്ക് ചെയ്തു. തുടർന്നുണ്ടായ ഒരു തർക്കം, അതായത് ബൈക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട് തുടർന്നുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ബാലകൃഷ്ണനെ ഇജാസ് മർദ്ദിച്ചു എന്നാണ് ബാലകൃഷ്ണന്റെയും മകന്റെയും പരാതി. മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന യുവാക്കൾ ആക്രോശിച്ചതായും അസഭ്യം പറഞ്ഞതായും ഒക്കെ ബാലകൃഷ്ണൻ പരാതിയിൽ പറയുന്നുണ്ട്. നെഞ്ചിൽ മർദ്ദിക്കുകയും ഒപ്പം കണ്ണട പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാലകൃഷ്ണനെ ആശുപത്രിയിൽ ഇന്നലെ തന്നെ പ്രവേശിപ്പിച്ചതാണ്. തുടർന്ന് ഇന്നലെ രാത്രി വീണ്ടും നെഞ്ചുവേദന ഉണ്ടായതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ പരാതി നൽകി വൈകുന്നേരത്തോടെ കേസെടുത്തതാണ്. മാത്രമല്ല, സ്റ്റേഷനിൽ മൊഴിയെടുക്കാനായി ഇജാസിനെ വിളിച്ചു വരുത്തിയ ശേഷം, ആലുവയിലെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞു വിട്ടതായും ഇപ്പോൾ ബാലകൃഷ്ണനും മകനും പരാതി പറയുന്നുണ്ട്. അത്തരത്തിൽ 73 വയസ്സുള്ള വയോധികന് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്നാണ് പറയുന്നത്. ശരി ലിഡിയ.